ഇന്ന് ബഷീറുടെ ഭാര്യ സുഹാന ബഷീറിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാന്ന് വിചാരിച്ചു. ബഷീറും മഷൂറ ബഷീറും കൂടി ബാങ്കോക്കിലേക്ക് പോയിരിക്കുകയാണ്. സുഹാന വീട്ടിലെ ജോലികളുമായിട്ട് വീട്ടുവേലക്കാരിയെ പോലെ സുഹാന വീട്ടിൽ തന്നെയുണ്ട്. സുഹാനയ്ക്ക് പോകാൻ പറ്റൂലല്ലോ. സുഹാനയെ കൊണ്ടുപോവാത്തതിന്റെ കാരണം ഇങ്ങനെ ആയിരിക്കും പറയണത്. സുഹാനയുടെ മക്കള് സ്കൂളിൽ പോണം, അതുകൊണ്ടാണ് സുഹാനയെ കൊണ്ടുപോവാൻ പറ്റാത്തത് എന്നായിരിക്കും അവിടെ ഒരിത് വന്നിരിക്കുന്നത്. അങ്ങനെ ബഷീറും മഷൂറ ബഷീറും കൂടി അവിടെ അടിച്ചു പൊളിക്കുന്നുണ്ട്. സുഹാനയുടെ നെഞ്ച് ഉരുവണത് സുഹാനയ്ക്ക് മാത്രം അറിയാം. സുഹാന അങ്ങനെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. സുഹാന നെഞ്ചുരുകിയിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. മഷൂറ പറയണേനപ്പുറം ബഷീർ കേക്കൂല. മഷൂറയുടെ കസ്റ്റഡിയിലാണ് ബഷീർ കിടക്കണത്. മഷൂറ എന്ത് പറഞ്ഞാലും അതുപോലെ ബഷീർ അനുസരിക്കുന്നതാണ്. അല്ലാതെ സുഹാനയ്ക്ക് അവിടെ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. സുഹാന വെറും ഒരു വീട്ടുവേലക്കാരിയെ പോലെ കിടന്നേ പറ്റൂ. സുഹാന അതിനുശേഷം ഒരു വീഡിയോ ഇട്ടായിരുന്നു. വീഡിയോ ഇട്ടതിൽ നമുക്ക് അതൊരു കുറച്ച് സങ്കടം വരുന്ന കാര്യങ്ങള്, അതിരുന്ന് ശ്വാസമൊക്കെ വലിച്ചും കൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ വീഡിയോര കുറച്ച് ഭാഗം ഒന്ന് കേക്കാം. പുള്ളിക്കാരി എങ്ങനെ വീട്ടിലെ ജോലികളെല്ലാം തകൃതിയിൽ ചെയ്യാണ്. മക്കള് വീട്ടിലുണ്ട്. പിന്നെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചത് അവിടെ ആ അറ്റത്താണ്. ആ അറ്റത്തുള്ള മോൺസ്റ്ററിൻ്റെ ചെടിക്ക് വെള്ളം ഒഴിച്ച്. പിന്നെ ഇവിടെയുണ്ട് ഈ അറ്റത്തൊരു മോൺസ്റ്ററിൻ്റെ ചെടിയുണ്ട്. ബാക്കി പർഗോളയിലെല്ലാം മാറ്റി. പർഗോളയിലുണ്ടായിരുന്ന ചെടികളൊക്കെ മാറ്റി, ടൈൽസ് മാറ്റി. നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, മറ്റേ ബഷീറുടെ വീഡിയോസിലും മഷൂൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ ചെടിയുടെ ഇതൊക്കെ മാറ്റി നമ്മൾ ഈ സെറ്റൊക്കെ ആക്കിയത്. എൻ്റെ വീഡിയോയിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഏരിയ കാണുന്നത് അല്ലേ? എൻ്റെ വിശ്വാസം ആദ്യമായിട്ടാണ്. ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തിട്ട് കുറേ നാളായല്ലോ, അപ്പോഴത്തേക്കും ഈ ഏരിയയിലോട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ ചെടിക്ക് ഒഴിച്ച് ആ ചെറിയ പർഗോളയിലുണ്ടായിരുന്ന അവിടെയും വെള്ളം ഒഴിച്ച് അങ്ങനെ ഇരുന്നിട്ട് നമുക്ക് കുറച്ച് സംസാരിക്കാമല്ലാന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ അത് ഇങ്ങനെ ഇരിക്കണത്. നമ്മുടെ ബെഞ്ചുണ്ടല്ലോ, എക്സസൈസ് ചെയ്യണ ബെഞ്ചിൻ്റെ മുഖത്താണ് കയറി ഇരിക്കണത്. അത് ഞാൻ വർക്കൗട്ട് ചെയ്യണ ത്രെഡ്മില്ല്. ഞാൻ ആകെ ഇവിടെ വർക്കൗട്ട് ചെയ്യണത് ആ ത്രെഡ്മില്ല് മാത്രമാണ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വയ്യ, എനിക്ക് എനർജി ഇല്ല. ഇപ്പം കുറച്ച് എനർജിയൊക്കെ എടുത്തിട്ടാണ് പതിയെ കാർഡിയോ ഒക്കെ തുടങ്ങി കുറച്ച് വർക്കൗട്ട്സൊക്കെ. കുട്ടിക്ക് ഇപ്പൊ വർക്കൗട്ട് ചെയ്യാനൊന്നും എനർജി ഒന്നും ഇല്ലെന്ന്. ഒന്നാമത് ടെൻഷൻ അടിച്ച് അങ്ങ് തീർന്നു. ഇനി വർക്കൗട്ട് ചെയ്യാനുള്ള എനർജി ഒന്നും സുഹാനയ്ക്ക് ഇല്ല. ഒന്നാമത് ടെൻഷൻ അല്ലേ. ഈ ബഷീർ സുഹാനെ എങ്ങനെ നോക്കൂ? ബഷീർ എപ്പോഴും നോക്കിയാലും മഷൂറാരെ കൂടെ തന്നെ. മഷൂറ പറയും കണക്കേ ബഷീർ കേക്കോള്. എപ്പോഴും മഷൂറാരെ കൂടെ തന്നെ. അങ്ങനെ ആയപ്പോ നമ്മുടെ സുഹാനയ്ക്ക് ഭയങ്കര ടെൻഷനായി. അത്ര ശക്തി ആവട്ടെ പെട്ടെന്ന്. അൺഹെൽത്തി സ്റ്റൈലിൽ നിന്ന് ഹെൽത്തിലോട്ട് തന്നെ വന്ന പഴയതുപോലെ. പക്ഷെ ക്രേവിങ്സ് അതാണ് പിടിച്ചു വെക്കാൻ പറ്റാറ്. അല്ല കുഴപ്പമില്ല. ഈ 2 ദിവസം മറ്റേ മൂന്നാർ കൊടൈക്കനാലൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് അതൊന്ന് കൈവിട്ട് പോയത്. കുഴപ്പമില്ല, ഞാൻ പിടിച്ചെടുക്കും. കുഴപ്പമില്ല. നിങ്ങളിപ്പോൾ ഇത്ര നേരം കേൾക്കണ്ടോ ഇതെന്താണ് സുഹാന മാത്രമുള്ളല്ലാന്നല്ലേ? യെസ്, ഞാൻ ഇത്രയും നേരമാണ് നിങ്ങൾ എല്ലാരും വിചാരിക്കും ഇതെന്തൊരു പാടാണ്, സുഹാന മാത്രമല്ലേ ഉള്ളൂ, ബാക്കിയുള്ളവരെയൊന്നും കാണുന്നില്ലല്ലോ എന്നാണ് പറയണത് എന്ന് സുഹാന മനസ്സിൽ തോന്നിയിട്ട് പറയാണ്. അപ്പൊ സുഹാന ബാക്കി പറയും. സുഹാനയ്ക്ക് ജീവിച്ചേ പറ്റുള്ളൂ ബഷീറിന്റെ കൂടെ, ഇല്ലെങ്കിൽ സത്യം പറഞ്ഞ ഫുഡ് പോലും കിട്ടൂല. എനിക്ക് ഇതൊക്കെ കണ്ടപ്പോ പാവം തോന്നും, കഷ്ടം. ഒരു സ്ത്രീകളും ഇങ്ങനെ കിടക്കൂല. മാത്രമേ ഉള്ളൂ, ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഒരു സർപ്രൈസ് എന്ന് പറയണോ, എന്താണ് പറയേണ്ടതെന്ന് അറിഞ്ഞൂടെ. ഇപ്പം മഷൂൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടാന്ന് അറിയാൻ പാടില്ല. മഷൂ വീഡിയോ എടുക്കണുണ്ട്, എന്തായാലും പോണ വഴിക്കും എത്തിയെന്നും എല്ലാം വീഡിയോ എടുക്കണുണ്ട്. അപ്പോൾ ചിലപ്പോൾ മഷൂൻ്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനാണ് ഇടുന്നതെങ്കിൽ ഇപ്പം എൻ്റെ വീഡിയോ ഒന്ന് നിങ്ങൾ അറിയണമായിരിക്കും. മഷൂം ബഷിയും എബ്രും ബാങ്കോക്കിലാണ് ഗൈസ്. മഷൂം ബഷിയും എബ്രും ബാങ്കോക്കിലാണ് ഗൈസ് എന്ന് പറഞ്ഞെങ്കിലും ആ ഒരു ഉയരെരിയണത് നമ്മളെ സുഹാനയ്ക്ക് മാത്രം അറിയാം. എന്നാലും ബഷി ചെയ്തത് ഒട്ടും ശരിയായില്ല. ബഷി ആദ്യമായിട്ട് കല്യാണം കഴിച്ചത് ഈ സുഹാനയായിരുന്നു. സുഹാനയുടെ കയ്യിൽ നിന്ന് ബഷിയ മഷൂറ അടിച്ചോണ്ട് പോയി. ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. സത്യം പറയാലോ, എല്ലാവർക്കും വിഷമമാണ്. ഈ സുഹാന അഭിനയിക്കാണ്. സുഹാനയ്ക്ക് ഭയങ്കര വിഷമമാണ്. മുമ്പ് കഴിഞ്ഞിട്ടുള്ളതൊക്കെ ഞങ്ങൾക്കറിയാം. ഒരുപാട് അഭിനയിക്കുന്നുണ്ട് സുഹാന. ബാക്കി കാണാം. എല്ലാം പെട്ടെന്ന് സഡൻ പ്ലാൻ ആയിരുന്നു. എന്താ വെച്ചാൽ
ഞങ്ങൾക്ക് പെട്ടെന്നൊരു ആഗ്രഹമൊക്കെ വന്ന് എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങൾ. അപ്പോൾ മഷൂൻ്റെ ഓൺ ബ്രാൻഡിൽ മഷൂ ഇട്ട പേരിൽ ഓൺലൈൻ സ്റ്റോറ് വരികയാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളെ ഫാമിലി സപ്പോർട്ട് ചെയ്തതുപോലെ ഈ പുതിയ ഓൺലൈൻ ബ്രാൻഡ് മഷൂൻ്റെ ഓൺ ബ്രാൻഡ് ഇറക്കി. ഇങ്ങനെ ഓൺ ബ്രാൻഡ് മീൻസ് സ്വന്തം ഒരു പേരൊക്കെ ഇട്ടിട്ട് ഓൺലൈൻ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യണതാണ്. നമ്മുടെ ക്യൂട്ട് പിൻട്രസ്റ്റ് ഡ്രസ്സൊക്കെ ഇല്ലേ, അങ്ങനത്തെ മഷൂ സുനു എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അങ്ങനത്തെ ഡ്രസ്സുകൾ, ക്യൂട്ട് ഡ്രസ്സുകൾ, നല്ല എസ്തെറ്റിക് ഒരു വൈബുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ക്യൂട്ട് ഡ്രസ്സ്, പിൻട്രസ്റ്റ് മോഡൽ അങ്ങനത്തെ. പിന്നെ കാഷ്വൽ വേഴ്സും, പിന്നെ അങ്ങനെ ലേഡീസ് വെയർ, കിഡ്സ് വെയർ അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ ഇപ്പോൾ ഒരു ഓൺലൈൻ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യാനാണ് മഷൂൻ്റെ. അപ്പോൾ അതിൻ്റെ 1ാം പടി എന്നുള്ളതിലാണ് ബാങ്കോക്കിൽ പർച്ചേസ് ചെയ്യാൻ പോയേക്കണം. ബാങ്കോക്ക് മാത്രമല്ല, ബാങ്കോക്കിൽ പർച്ചേസ് ചെയ്യാൻ പോയതാണ്. അവിടെ രണ്ടുപേരും കൂടെ അടിച്ച് പൊളിക്ക്. പർച്ചേസ് ചെയ്യാൻ പോയിരുന്നാൽ തന്നെയും ഇനിയിപ്പം മഷൂറ ബിസിനസ് തുടങ്ങുകയാണ്. അപ്പം ബാങ്കോക്കിൽ പർച്ചേസ് ചെയ്യാൻ പോയിരുന്നാലും ഈ കുട്ടികളെയും തള്ളയും കൂടെ ഒന്ന് കൊണ്ടുപോവായിരുന്നു. ചൈന, ടർക്കി അങ്ങനെ എല്ലായിടത്തും പോയി നമ്മൾ ഒന്ന് കണ്ട് എല്ലാം ഒന്ന് അറിഞ്ഞ് പർച്ചേസ് ചെയ്ത് അങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളതിലാണ് ഇപ്പോൾ പോയേക്കണത്. അപ്പോൾ ഇപ്പോൾ എല്ലാ സഡൻ പ്ലാനായിരുന്നു. ഇപ്പം മൺഡേ പ്ലാൻ ചെയ്യാനാണെങ്കിൽ ഉച്ചക്ക് തന്നെ രാത്രിത്തേക്ക് വിട്ടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പ്ലാൻ ചെയ്ത് അങ്ങനെ അവർ ഇന്നലെ രാത്രി ഫ്ലൈറ്റ് കയറി. സഡൻ പ്ലാനിൽ പെട്ടെന്ന് കയറി. അങ്ങനെ എന്താ പറയണ്ട, എല്ലാം പെട്ടെന്നായിരുന്നു. രാവിലെ സുഹാന ഉറക്കത്തിൽ നിന്ന് എഴുതിച്ചപ്പോൾ രണ്ടുപേരും കൂടെ മഷൂറായും ബഷീറും കൂടെ ഒരുങ്ങി നിൽക്കുന്നു പോവാനായിട്ട്. അങ്ങനെ പോയി. സുഹാന ഉറക്കത്തിൽ നിന്ന് എഴുതിച്ച് കണ്ണും തിരികെ വന്നപ്പോഴത്തേക്ക് അവര് രണ്ടുപേരും കൂടെ സ്ഥലം വിട്ട്. അങ്ങനെ ഇത്രയും പറഞ്ഞിട്ട് എനിക്ക് കൺഫ്യൂഷനാണ് ഏതൊക്കെ പറഞ്ഞത്. അപ്പോൾ അവരങ്ങനെ കയറി. അൽഹംദുലില്ലാ അവർ രാവിലെ, ഇന്ന് ട്യൂസ്ഡേ ആണ്. കുട്ടിക്ക് ആകെ കൺഫ്യൂഷനാണ്. പറഞ്ഞു വന്നപ്പോഴത്തേക്ക് മനസ്സാകെ അങ്ങ് പതറയാണ് ഓർമ്മിച്ചപ്പം. അവരടിച്ചു പൊളിക്കണം അവിടെ. പുള്ളിക്കാരിയെ മക്കളെ ഇവിടെ ഇട്ടിട്ടല്ലേ ബഷീർ പോയത്. അപ്പോഴേ അതിന്റെ ഒരു വിഷമം കൊണ്ട് ഇങ്ങനെ ഓർമ്മിക്കുമ്പോ നെഞ്ചുരുകലാണ്. അത് ഏതൊരു ഭാര്യയൊക്കെ ആയിരുന്നാലും കാണും. ചൂടുണ്ടാവും, ചൂട് നല്ല തിളച്ച് രാവളുണ്ട്. അവര് നല്ല ഹാപ്പിയിൽ അവര് ഫുഡൊക്കെ അടിക്കുകയാണ്. പാവം അതവിടെ വീട്ടില് ചോറും കറിയൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരുപാട് ജോലികൾ തൂത്തുവാരുന്നുണ്ട്. മക്കളെ വിളിക്കാൻ പോകുന്നുണ്ട്. ഒരു വേലക്കാരിയെ പോലെ സുഹാന അവിടെ വീട്ടിലാണ്. അപ്പൊ ഇവരിവിടെ അടിച്ചു പൊളിക്കുകയാണ്. ഇപ്പോഴവര് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി അവര് വെളിയിലൊക്കെ പോവുകയാണ്. അവിടെയൊക്കെ ഒന്ന് ചുറ്റി സഞ്ചരിക്കാൻ പോവുകയാണ്. ചുറ്റിയൊക്കെ കണ്ട് അവര് അടിച്ചു പൊളിക്കുകയാണ് ഗൈസ്. Like it? You like it? Yeah. Yeah. Chocolate or Milo? He will love it. Yummy, right? Good. ഇതെനിക്ക് കിട്ടൂല കേട്ടോ ബേബി. He's a chocolate lover. പിന്നെ 2 ബർഗർ സ്പൈസി. അങ്ങനെ മോനും ഭയങ്കര സന്തോഷത്തിലാണ്. അവര് ഹാപ്പി ആയിട്ട് അവിടെ അടിച്ചു പൊളിക്കുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവര് വെളിയിലോട്ടൊക്കെ പോകുന്നുണ്ട്. സുഹാന ഇനി കരഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അന്ന് പറയണമായിരുന്നു എനിക്ക് പറ്റൂല, വേറെ കല്യാണം കഴിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോ പറയണമായിരുന്നു. സുഹാന എല്ലാത്തിനും വളം വെച്ചു കൊടുത്തു. ഇത്രത്തോളമൊക്കെ സംഭവിച്ചു. പക്ഷെ സുഹാന അഭിനയിക്കുകയാണ്.